തീപാറുന്ന പോരാട്ടങ്ങൾക്കും തന്ത്രപരമായ അങ്കത്തട്ടുകൾക്കും സാക്ഷ്യം വഹിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വീണ്ടും ഒരു ഫുട്ബോൾ ആരവത്തിലേക്ക് ലോകം കടക്കുമ്പോൾ കളിക്കളത്തിലെ അമൂല്യനിധിയായ ആ കാൽപന്തുകളുടെ പരിണാമത്തെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. കൈകൊണ്ട് തുന്നിയ കട്ടിത്തോൽ പന്തുകളിൽ നിന്ന് തുടങ്ങി ചാർജ് ചെയ്തുപയോഗിക്കാവുന്ന അത്യാധുനിക സെൻസർ പന്തുകളിൽ വരെ എത്തി നിൽക്കുകയാണ് ഈ കഥ. തുകൽ പന്തുകളിൽ നിന്നാണ് ലോകമേളയുടെ തുടക്കം. ദി ടി മോഡൽ, ഇംഗ്ലീഷിലെ ടി എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലുള്ള പാനലുകൾ തുന്നിച്ചേർത്ത കടുത്ത തവിട്ട് നിറമുള്ള പശുവിൻ തോൽ പന്ത്. 1930-ൽ ഉറുഗ്വേ അർജന്റീന ഫൈനലിൽ ഉപയോഗിച്ച പന്തായിരുന്നു ഇത്. ഫെഡറാലെ 102 12 പാനലുകളുള്ള ലെതർ പന്ത്. മുൻകാലങ്ങളിലെ കട്ടിയേറിയ തുകൽ ലേസുകൾക്ക് പകരം മൃദുവായ കോട്ടൺ ലേസുകൾ കൊണ്ടാണ് ഈ പന്ത് നിർമ്മിച്ചത്. 1934 ഇറ്റലിയിൽ നടന്ന വേൾഡ് കപ്പിൽ ഈ പന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സൂപ്പർ ബോൾ ഡ്യുപ്ലോട്ടി പ്രീമിയം ലെതർ പന്തായ ഇതിലൂടെ ഒരു വൻ സാങ്കേതിക മുന്നേറ്റം തന്നെ നടന്നു. പുറത്തു കാണുന്ന ലേസുകൾ പൂർണ്ണമായും ഒഴിവാക്കിയ ആദ്യ ലോകകപ്പ് പന്തായിരുന്നു ഇത്. 1954-ൽ മറ്റൊരു മാറ്റത്തിനും ലോകം സാക്ഷിയായി. പഴയ ഇരുണ്ട തവിട്ട് നിറം ഉപേക്ഷിച്ച് തിളങ്ങുന്ന മഞ്ഞ നിറത്തിലുള്ള 18 പാനൽ പന്ത് സ്വിറ്റ്സർലൻഡ് അവതരിപ്പിച്ചു. സ്റ്റേഡിയത്തിലുള്ള കാണികൾക്കും അക്കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ പ്രേക്ഷകർക്കും പന്ത് കൃത്യമായി കാണാൻ വേണ്ടിയാണ് ഈ നിറം മാറ്റം നടത്തിയത്. സ്വിസ് വേൾഡ് ചാമ്പ്യൻ എന്നായിരുന്നു ആ പന്തിന് നൽകിയ പേര്. 1970-ൽ പ്രമുഖ കമ്പനിയായ അഡിഡാസ് പന്തിൽ പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. ടെൽസ്റ്റാർ വെള്ളം കയറാതിരിക്കാൻ ഡർലാസ്റ്റ് പ്ലാസ്റ്റിക് കോട്ടിംഗ് നൽകിയ യഥാർത്ഥ ലെതർ പന്ത്. ലോക ഫുട്ബോളിന്റെ ചരിത്രപ്രശസ്തമായ 32 പാനലുകളുള്ള കറുപ്പും വെളുപ്പും ഡിസൈൻ പിറന്നത് ഇവിടെയാണ്. ടെലിവിഷൻ സ്റ്റാർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ടെൽസ്റ്റാർ. 1930-ൽ കൈകൊണ്ട് തുന്നിയ കട്ടിത്തോൽ പന്തിൽ നിന്ന് തുടങ്ങി 2026-ൽ റിയൽ ടൈം 3D അവതാറുകൾ സൃഷ്ടിക്കുന്ന ട്രിയോണ്ടയിൽ എത്തി നിൽക്കുമ്പോഴും ഫുട്ബോളിന്റെ ആവേശം ഒട്ടും ചോർന്നു പോയിട്ടില്ല. ഓരോ യുഗത്തിലും പന്തിന്റെ തുന്നലുകൾക്കും നിറങ്ങൾക്കും മാറ്റം വന്നെങ്കിലും അതിനോടുള്ള ലോകത്തിന്റെ ഭ്രാന്തമായ പ്രണയം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. നമുക്ക് കാത്തിരിക്കാം ആ സുന്ദരമായ കാൽപന്ത് നിമിഷങ്ങൾക്കായി.